നമ്മെ സ്നേഹിച്ചവനും നമ്മോടുള്ള സ്നേഹം തൻ്റെ പുത്രന്റെ ക്രൂശ് മരണത്തിലൂടെ പ്രദർശിപ്പിച്ചവനുമായ പിതാവായ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും പുകഴ്ചയും മഹത്വവും ഒക്കെ ഉണ്ടാകുമാറാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കൂടപ്പെട്ട ദൈവത്തിൻ്റെ ജനത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ. ബഹുമാന്യരായ ദൈവത്തിൻ്റെ ദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തുയേശുവിൽ വന്ദനങ്ങൾ അർപ്പിക്കുന്നു. അത്യുന്നതനായ ദൈവം നമ്മോട് മനസ്സലിഞ്ഞ് സങ്കീർത്തനക്കാരൻ പറയും പോലെ നാം പൊടിയെന്ന് അവൻ ഓർത്ത് നമ്മോട് കരുണ കാണിച്ച് നടത്തുന്നു. ആയതിനായി അവിടുത്തേക്ക് മഹത്വമുണ്ടാകട്ടെ. ഇന്നും പതിവ് പോലെ നമുക്ക് എബ്രായ ലേഖന പഠനത്തിനായി തിരുസന്നിധിയിലേക്ക് അടുത്തു വരേണ്ടതിന് കർത്താവ് കൃപ ചെയ്തു. കൂടി വരുവാൻ, ദൈവവചനം പഠിപ്പാൻ സമയം വേർതിരിച്ച നിങ്ങളേവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ഈ സമയം ദൈവസന്നിധിയിൽ ചിലവഴിക്കുന്നതിന് തക്കവണ്ണവും അതിൽ അധികവുമായ പ്രതിഫലങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഞങ്ങളെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നതിൽ ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കുന്നു. തുടർന്നും ഞങ്ങൾക്കായിട്ടും പ്രാർത്ഥിച്ചാലും. എബ്രായ ലേഖനം 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ 11 മുതൽക്കുള്ള വാക്യങ്ങളാണല്ലോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 11-ാമത്തെ വാക്യത്തിൽ നിന്ന് നമ്മൾ ഇന്നലെ 12-ാമത്തേതിലേക്ക് പ്രവേശിച്ചു. ആ വാക്യങ്ങളെല്ലാം ഏതാണ്ട് ഒരേ വിഷയത്തിന്റെ വിവിധ വശങ്ങളെ വെളിപ്പെടുത്തുന്ന വാക്യങ്ങളാണ്. അവിടെ നമ്മൾ കാണുന്നത് നാമും ക്രിസ്തുവും പിതാവായ ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. പിതാവായ ദൈവം നമുക്കും ക്രിസ്തുവേശുവിനും പിതാവായിരിക്കുന്നു. അതുകൊണ്ട് നാമും ക്രിസ്തുവും തമ്മിൽ സഹോദരങ്ങളായിരിക്കുന്നു. അതിനാൽ തന്നെ നാമും പരസ്പരം സഹോദരീ സഹോദരന്മാരാണ്. ഈ ഒരു ചതുർമുഖമായ ബന്ധം പിതാവും പുത്രനും തമ്മിൽ, പിതാവും നമ്മളും തമ്മിൽ, നാമും ക്രിസ്തുവേശുവും തമ്മിൽ, നാം പരസ്പരം, ഈ 4 മുഖ ബന്ധം അവിടെ നമുക്ക് കാണാം. അത് നമ്മൾ പഠിച്ചു. യേശുക്രിസ്തുവിലൂടെ ദൈവം നാം എല്ലാവരുടെയും പിതാവായിരിക്കുന്നു. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 8-ാം അധ്യായത്തിന്റെ 4 മുതൽക്കുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ഏക പിതാവേ നമുക്കുള്ളൂ. സ്തോത്രം. നമ്മൾ പണ്ട് തൃത്വത്തോടുള്ള ബന്ധത്തിൽ വായിച്ചിട്ടുള്ളതാണ്. ഒന്നും കൂടെ വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 8:4-5. ശബ്ദം വരുന്നില്ലല്ലോ സുജേ. ഒന്നും കൂടെ നോക്കിക്കേ. ഇപ്പൊ വരുന്നുണ്ടോ? ഇപ്പൊ വരും. ഏക ദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. പല ദേവന്മാരും പല കർത്താക്കന്മാരും ഉണ്ട് എന്ന് പറയുന്നുവല്ലോ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമും ആകുന്നു. പ്രൈസ് ഗോഡ്.
ഈ ലോകത്തിൽ വിഗ്രഹങ്ങളായിട്ട്, മൂർത്തികളായിട്ട്, ദൈവങ്ങളെന്ന പേരിൽ ഒത്തിരി പേരുണ്ട്. കോടിക്കണക്കിന്. പക്ഷേ നമുക്ക് ഒറ്റ ദൈവമേ ഉള്ളൂ. സ്തോത്രം. പിതാവായ ഏക ദൈവം. സ്തോത്രം. വേറൊരു ദൈവം ഇല്ല. യേശുക്രിസ്തുവും അത് തന്നെ മനുഷ്യരോട് പറഞ്ഞിട്ടുണ്ട്. പിതാവിനോട് തന്നെ ഏറ്റുപറഞ്ഞ വാക്യം നമുക്കറിയാം. നിത്യജീവന്റെ നിർവചനമായി ക്രിസ്തു പറയുന്നത് യോഹന്നാൻ 17:3, ജോൺ 17:3. ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഏക സത്യ ദൈവമായ നിന്നെ. ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് ഏക സത്യ ദൈവം. ഒന്നിലധികമില്ല. സത്യം ഒന്നേ ഉള്ളൂ. സ്തോത്രം. ആ ദൈവം നമ്മുടെ പിതാവായിരിക്കുന്നു. എങ്ങനെ? ക്രിസ്തുവേശുവിലൂടെ. ക്രിസ്തുവേശുവിലെ വീണ്ടെടുപ്പിലൂടെ, ക്രിസ്തുവേശുവിലെ ദത്തെടുപ്പിലൂടെ ദൈവം നമ്മുടെ പിതാവ്. ദൈവം സ്രഷ്ടാവെന്ന നിലയിൽ സകലത്തിനും പിതാവാണ്. സകലർക്കും പിതാവാണ്. That's a general fatherhood by creation. സ്തോത്രം. സ്രഷ്ടാവെന്ന നിലയിൽ സർവചരാചരങ്ങൾക്കും ദൈവം പിതാവാണ്. എന്നാൽ ആ ഒരു പൊതു പിതൃത്വമല്ല, വ്യക്തിപരമായ പിതൃത്വം, വ്യക്തിപരമായ പുത്രത്വവും നമുക്കും ദൈവത്തിനും ഇടയിലുണ്ട്. ഇപ്പൊ സകല സൃഷ്ടിയും ദൈവത്തിന്റെ മക്കൾ, അല്ലെങ്കിൽ ദൈവം സൃഷ്ടികർമ്മത്തിലൂടെ സകലത്തിൻ്റെയും പിതാവ് എന്ന നിലയിലാണ് സങ്കീർത്തനക്കാരൻ പറയും പോലെ സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നത്. അങ്ങനെ പൊതുവായ നിലയിൽ പിതാവ് എന്ന കണക്കെ ദൈവത്തിന് സകല സൃഷ്ടിയോടും കരുണ തോന്നുന്നു. എന്നാൽ മനുഷ്യനെ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതുകൊണ്ട് മനുഷ്യനോട് ദൈവത്തിന് കരുണയേക്കാൾ കവിഞ്ഞ് സ്നേഹം തോന്നുന്നു എന്ന് നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. So God has a general merciful approach to all creation. And therefore he provides for all of the living things in the waters, in the forests, in the fowl, also human beings. But God loves only man, created in his own image and likeness. അതിൻ്റെ തെളിവുകളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആവർത്തിക്കേണ്ടതില്ലെന്ന് കരുതുന്നു. എങ്കിലും ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഒന്ന് പറഞ്ഞു വിടാം. ഇല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്നില്ല. എന്നാൽ അതും
മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടി എന്ന നിലയിലെ പൊതുസ്നേഹമാണ്. ആ സ്നേഹം ദൈവം പ്രദർശിപ്പിച്ചത് കാൽവറി ക്രൂശിലത്രേ. യോഹന്നാൻ 3:16 നമുക്കറിയാം. 1 യോഹന്നാൻ 4:9-10 വാക്യങ്ങളിലും ഒക്കെ ആ ദൈവസ്നേഹത്തിന്റെ പ്രദർശനം എന്താണ്, എങ്ങനെയാണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ ദൈവം നമ്മെ സ്നേഹിച്ചു എന്ന് റോമാലേഖനം 5:8 തൊട്ടുള്ള വാക്യങ്ങളിലും വ്യക്തമാകുന്നു. So God considers all his creation because he is the creator. And therefore, God provides for all of these living things. But apart from that general consideration of his creation or creatures, God has a special love for mankind. And that love was demonstrated on the cross. That was the climax demonstration of the love of God on the cross. John 3:16, 1 John chapter 4 verses 9 and 10. That also was a general love for mankind, that the mankind may not be perished, but have everlasting life. But far beyond that love, God has a peculiar love for you and me, God's children, adopted and accepted in the beloved, the Son of God, the sinless Son of God, Jesus Christ. സകല സൃഷ്ടികളോടുമുള്ള ദൈവത്തിന്റെ കരുതൽ, അവയ്ക്ക് വേണ്ടതെല്ലാം ദൈവം കൊടുക്കുന്നു. കാട്ടിലെ മൃഗങ്ങൾക്ക്, ആറ്റിലെ മത്സ്യങ്ങൾക്ക്, സങ്കീർത്തനത്തിൽ പറയുന്നു, നമ്മൾ പാട്ടും പാടാറുണ്ട്. സകല സൃഷ്ടിയോടും ദൈവത്തിന് കരുണ തോന്നുന്നു, ഒരു മനസ്സലിവ്, ഒരു സിമ്പതി, ഒരു സഹതാപം, ഒരു കരുതൽ മനുഷ്യന് പോലും ഉണ്ടത്. അറക്കാൻ കൊണ്ടുപോകുന്ന മൃഗത്തിനും തീറ്റയും വെള്ളവും നിഷേധിക്കാറില്ല. ഹലാൽ ചെയ്യുന്നതാണെങ്കിൽ നമുക്കറിയാം, കാലും ചിറകും കൂടെ ചവിട്ടിപ്പിടിച്ചിട്ട് കത്തിയും രാഗി വെച്ചിട്ട് ചരിച്ച് അല്ലെങ്കിൽ പിരിച്ചു പിടിച്ചിരിക്കുന്ന പെടലി, എന്നിട്ടും ഒരു തുള്ളി വെള്ളം വായിലോട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പം കൊല്ലാൻ കൊണ്ടുപോകുന്നതിനും തീറ്റയും വെള്ളം കൊടുക്കുന്നുണ്ട്. പക്ഷേ ദൈവം മനുഷ്യനെ സ്നേഹിച്ചത് തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ എന്ന നിലയിലാണ്. പ്രത്യേക ഉദ്ദേശത്തോടെ സൃഷ്ടിക്കപ്പെട്ടവർ, തനിക്കായി നിർമ്മിക്കപ്പെട്ടവർ എന്ന നിലയിലാണ്. ആ സ്നേഹം ദൈവം ഏറ്റവും അധികമായി പ്രദർശിപ്പിച്ചത് ക്രൂശിലാണ്. അത് മനുഷ്യജാതി നശിച്ചു പോകാതെ ഇരിക്കേണ്ടതിനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിനും വേണ്ടിയാണ്. എന്നാൽ ആ ക്രിസ്തുവേശുവിനെ കൈക്കൊണ്ട് ദൈവമക്കളായി തീർന്നവരോടുള്ള ദൈവത്തിൻ്റെ സ്നേഹം ആ പൊതു സ്നേഹത്തിൽ നിന്നും വ്യത്യസ്തമാണ്. More different is the love of God for his children, adopted and accepted children in Christ. തൻ്റെ പാപരഹിതനായ, അനുസരണം ഉള്ള, ഏകജാതനായ ക്രിസ്തുവേശുവിലൂടെ
സ്വീകരിക്കപ്പെട്ട, അംഗീകരിക്കപ്പെട്ട, ദത്തെടുക്കപ്പെട്ട തൻ്റെ പുത്രീപുത്രന്മാരോട് ദൈവത്തിനുള്ള സ്നേഹം വീണ്ടും വ്യത്യസ്തമാണ്. സ്തോത്രം, വ്യത്യസ്തമാണ്. ദൈവം നമ്മെ തൻ്റെ മക്കൾ അല്ലെങ്കിൽ പ്രിയ മക്കൾ എന്ന നിലയിൽ കൈക്കൊള്ളുന്നു, സ്വീകരിക്കുന്നു. അതെല്ലാം ചെയ്തിരിക്കുന്നത് പ്രിയനായവനിലാണ്. സ്തോത്രം. ഒന്നും കൂടെ നമുക്ക് വായിക്കാം. എഫേസ്യർ 1:4. എഫേഷ്യൻസ് 1:4-5. 4-5. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കും. സ്തോത്രം. യേശുക്രിസ്തുവിലൂടെ പിതാവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു പട്ടികയാണല്ലോ 3-ാം വാക്യം മുതൽ. അപ്പോൾ പറയുന്നു, അവനിൽ നമ്മെ തിരഞ്ഞെടുത്തു, ദത്തെടുത്തു. എല്ലാം ഇൻ ക്രൈസ്റ്റ്. നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്, എഫേസ്യ ലേഖനത്തിനകത്ത് പൗലോസിന്റെ മാസ്റ്റർ പീസാണ് ഇൻ ക്രൈസ്റ്റ്, ഇൻ ക്രൈസ്റ്റ്. ഏതാണ്ട് 35-ൽ പരം പ്രാവശ്യം, more than 35 times Paul speaks in Ephesians in Christ or equivalent. ക്രിസ്തു യേശുവിൽ അല്ലെങ്കിൽ ക്രിസ്തുവിലെന്നോ തത്തുല്യവുമായ പ്രയോഗങ്ങൾ നമുക്ക് ഈ എഫേസ്യ ലേഖനത്തിനകത്ത് 35-ലധികം പ്രാവശ്യം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. അങ്ങനെ ദൈവം നമ്മുടെ പിതാവായിരിക്കുന്നു, ദത്തെടുപ്പിനാലും ക്രിസ്തുവേശുവിലൂടെ നമ്മെ കൈക്കൊണ്ടതിനാലും എന്ന് എബ്രായർ 2:11 മുതൽ പറയുന്നു. ദൈവം നമ്മുടെ പിതാവായി. സ്തോത്രം. അപ്പോൾ ക്രിസ്തു നമ്മുടെ ജ്യേഷ്ഠ സഹോദരനായി, നമ്മളും തമ്മിൽ സഹോദരങ്ങളായി. സ്തോത്രം. ആ ഒരു ചതുർമുഖമായ ബന്ധം. സ്തോത്രം. ഇപ്പം ക്രിസ്തുവേശുവിലൂടെ നമ്മോട് ദൈവം കാണിച്ച ആ സ്നേഹം, റോമർ 8-ാമത്തെ അധ്യായത്തിന്റെ അവസാനത്തെ വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ സകല സൃഷ്ടികളെയും വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും നമ്മെ വേർപെടുത്തുന്നത് അല്ലെങ്കിൽ വേർപിരിക്കുന്നത് ആർ? എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, എവിടെ നിന്നും വേർപിരിക്കുന്ന കാര്യമാ? ക്രിസ്തുയേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന്. കണ്ടോ? ക്രിസ്തുയേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന്. അതിന് പല മുഖങ്ങളുണ്ട്. So God loved us in the beloved. That the beloved of God is Jesus Christ. And because of that, we are also accepted as the beloveds. ആ ഒരു ബന്ധം, ചതുർമുഖമായ ബന്ധം നമുക്കിവിടെ 4 മുഖങ്ങളുള്ള എ 4-faced റിലേഷൻഷിപ്പ്. ആ ചതുർമുഖമായ ബന്ധമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഒന്നും കൂടെ നമുക്ക് 11-12 വാക്യങ്ങൾ വായിക്കാമല്ലോ. എബ്രായർ 2:11-12. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി
അവനവരെ സഹോദരന്മാർ എന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ, ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും എന്നും ഞാൻ അവനിൽ ആശ്രയിക്കും എന്നും, ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും പറയുന്നു. സ്തോത്രം. അവിടുത്തെ ഒരു പ്രയോഗം, അതുകൊണ്ട് അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിക്കുവാൻ ലജ്ജിക്കാതെ. നമുക്കതിനെ അങ്ങ് മുറിക്കാം. ക്രിസ്തു നമ്മെ സഹോദരന്മാർ എന്ന് വിളിക്കുവാൻ ലജ്ജിക്കുന്നില്ല. Christ is not ashamed to call us his brothers, his brethren. ഇംഗ്ലീഷിൽ ബ്രദേഴ്സ് എന്നാണോ ബ്രദറൻ എന്നാണോ കൊടുത്തേക്കുന്നത് അവിടെ? പടൻ ഓക്കെ. ബാക്കി വ്യത്യാസമായിട്ടുള്ളത് വല്ലതും ഉണ്ടോ? എല്ലാത്തിലും അതുപോലൊക്കെ തന്നെ ആയിരിക്കും. കാരണം ബ്രദേഴ്സ് എന്തോ ആംപ്ലിഫൈഡ് വേർഷനിലെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഓക്കെ, സെയിം. ബ്രദറൻ എന്നതിനെ ആംപ്ലിഫൈ ചെയ്തിരിക്കുന്നു ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. കാരണം ബ്രദേഴ്സ് എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ മാത്രമേ ഉള്ളൂ. ബ്രദറൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പുരുഷനും സ്ത്രീയും ഉൾപ്പെടും. അതുകൊണ്ടാണ് നമ്മുടെ സഭകൾ ബ്രദറൻ സഭകൾ, ബ്രദേഴ്സ് സഭകളല്ലല്ലോ. ബ്രദറൻ, അതിൽ പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടും. അപ്പോൾ മലയാളത്തിൽ സഹോദരന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഭാഷയുടെ പരിമിതി കൊണ്ടാണ്. സഹോദരങ്ങൾ എന്ന് വേണം അവിടെ തർജ്ജമ വരാൻ. സഹോദരന്മാർ എന്ന പുല്ലിംഗത്തിൽ മാത്രമല്ല, സഹോദരങ്ങളെ എന്ന സംബോധനയാണ് അങ്ങനെയുള്ളിടത്ത് വേണ്ടത്. അതുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ സഹോദരിമാരും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പ്രസംഗകര് പറയാറുള്ളത്. അപ്പോൾ ഇവിടെ ബ്രദറിന് മാത്രമേ ഉള്ളൂ. ബ്രദറൻ മതി. ബ്രദറിനകത്ത് രണ്ടു കൂട്ടരുമുണ്ട്. ബ്രദേഴ്സ്, ബ്രദറിനകത്തിലാണ് പുരുഷൻ മാത്രം. ബ്രദറൻ അകത്ത് സ്ത്രീയും പുരുഷനും ഉണ്ട്. സഹോദരങ്ങൾ എന്നർത്ഥം അവിടെ. സഹോദരന്മാർ എന്ന പുല്ലിംഗം അല്ല വരേണ്ടത്, സഹോദരങ്ങൾ എന്ന ബഹുവചന പ്രയോഗത്തിൽ ഇരുകൂട്ടരെയും ഉൾക്കൊള്ളണം. അപ്പോൾ യേശുക്രിസ്തു നമ്മെ ക്രിസ്തുവിൻ്റെ സഹോദരങ്ങൾ എന്ന് വിളിക്കുന്നതിന്, എന്ന് കണക്കാക്കുന്നതിന് ലജ്ജിക്കുന്നില്ല. എബ്രായ ലേഖനത്തിനകത്ത് 2 ഇടങ്ങളിലാണ് പ്രധാനമായും ഈ പ്രയോഗം നമുക്കുള്ളത്. ഇതിനോടകം നിങ്ങൾ പലർക്കും ഓർമ്മ വന്ന് കാണും രണ്ടാമത്തെ പ്രയോഗം, അല്ലേ? ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിപ്പാൻ ലജ്ജിക്കും. 11-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, ഹീബ്രൂസ് 11:16. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. സ്തോത്രം. യേശുക്രിസ്തു നമ്മളെ, കേവലം മനുഷ്യരായ നമ്മളെ, നമ്മൾ സാധാരണ പറയുന്ന നിർവചനം ഓർമ്മ കാണുമല്ലോ. പൊടിയിൽ നിന്നും ഉത്ഭവിച്ച് മൺപുരകളിൽ പാർത്ത് പുഴുപോലെ ചതഞ്ഞു പോകുന്ന നമ്മെ അക്ഷയനായ ദൈവപുത്രൻ സഹോദരങ്ങൾ എന്ന് വിളിക്കുവാൻ ലജ്ജിക്കുന്നില്ല. അതുപോലെ അബ്രഹാം തുടങ്ങിയ വിശ്വാസ വീരന്മാരെ കുറിച്ച് 11-ാം അധ്യായത്തിൽ പറയുന്നു.
16 വാക്യത്തിൽ വന്നപ്പോൾ പറയുകയാണ്, ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. ഇവിടെ ക്രിസ്തു ലജ്ജിക്കുന്നില്ല, അവിടെ 11 അധ്യായത്തിൽ ദൈവം ലജ്ജിക്കുന്നില്ല. 2 അധ്യായത്തിൽ മനുഷ്യരായ നമ്മെ സഹോദരങ്ങളായി കാണുവാൻ യേശുവിന് ലജ്ജയില്ല. 11 അധ്യായത്തിൽ മനുഷ്യരായ ചില വ്യക്തികളുടെ ദൈവം എന്ന് വിളിക്കപ്പെടാൻ ദൈവത്തിനും ലജ്ജ, നാണം തോന്നുന്നില്ല. 11 അധ്യായത്തിലേത് നമ്മൾ അവിടേക്ക് വരാൻ കർത്താവ് അവസരം തരുന്നുവെങ്കിൽ അപ്പോൾ ചിന്തിക്കും. ഇപ്പോൾ നമുക്ക് 2 അധ്യായത്തിൽ നിൽക്കാം. യേശുക്രിസ്തു ലജ്ജിക്കുന്നില്ല. അതിന്റെ വിപരീതമായിട്ട് ചിന്തിച്ചാലോ? ജീസസ് ഈസ് നോട്ട് അഷെയിംഡ്. ചിലരെ കുറിച്ച് ലജ്ജിക്കും. ഓക്കെ, ചിലരെ കുറിച്ച് ലജ്ജിക്കും. അവിടേക്ക് വരുന്നതിന് മുമ്പ് ഇതിന്റെ നമ്മളോടുള്ള ബന്ധത്തിൽ തന്നെ പോസിറ്റീവായിട്ടുള്ള മറുഭാഗം നമ്മൾ ലജ്ജിക്കുന്നില്ല. പോസിറ്റീവായിട്ടുള്ള മറുഭാഗം അഭിമാനിക്കും. യെസ്, അഭിമാനിക്കുന്നു. ഇൻസ്റ്റെഡ് ഓഫ് ബീയിങ് അഷെയിംഡ്, Jesus finds pride, or he is proud of you and me as brethren. അപ്പോൾ ആ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ള 3-4 കാര്യങ്ങളുണ്ട്. അതിൽ ഏതാണ്ട് 4 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, ക്രിസ്തു നമ്മെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല സഹോദരങ്ങൾ എന്ന് വിളിക്കാൻ. അതിന്റെ മറുഭാഗം, നമ്മെ സഹോദരങ്ങൾ എന്ന് വിളിക്കാൻ കർത്താവിന് അഭിമാനമുണ്ട്. 3-മത്തെ സംഗതി, ചിലരെ കുറിച്ചൊക്കെ കർത്താവ് ലജ്ജിക്കും. കർത്താവ് ലജ്ജിക്കുന്ന ഒരു സമൂഹമുണ്ട്. 4-മത്തേത്, നമ്മെക്കുറിച്ച് ലജ്ജിക്കാത്ത കർത്താവിനെ പറ്റി നമുക്ക് ലജ്ജയുണ്ടോ എന്നുള്ളത്. ഈ 4 കാര്യങ്ങൾ ഒത്തിരി വിശദമാക്കേണ്ടതൊന്നുമല്ല. ചിന്തകൾക്ക് വേണ്ടി നമ്മൾ ആ ഭാഗങ്ങളെ ഒന്നെടുത്തു പറയുന്നതേ ഉള്ളൂ. അതിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന സന്ദേശത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളാനായി നമ്മൾ അതിനെ അങ്ങനെ ഒന്ന് വിഭജിക്കുന്നുവെന്ന് മാത്രം. Christ is not ashamed. നമുക്കറിയാം കർത്താവ് ആരാണ്, നമ്മൾ ആരാണ്, കർത്താവ് എവിടെ നിൽക്കുന്നു, നമ്മൾ എവിടെ നിൽക്കുന്നു. നമ്മോടുള്ള ദൈവത്തിന്റെ സ്നേഹമായത്, നമ്മളോടുള്ള ദൈവത്തിന്റെ കരുതലാണ്. How he honors us. ദൈവം നമ്മെ മാനിക്കുന്ന മാന്യതയായത്. നമ്മൾ പലപ്പോഴും ഈ ലോകത്തിൽ ലഭിക്കുന്ന ഉയർച്ചകൾ, നന്മകൾ, അനുഗ്രഹങ്ങൾ, സമ്പത്ത്, സമൃദ്ധി, ഇങ്ങനെയുള്ള ഭൗമ വസ്തുക്കൾ ദൈവം നമുക്ക് ധാരാളമായി നൽകുന്നതിലൂടെയാണ് പ്രവാചക വാക്യം ഉദ്ധരിക്കുന്നത്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും എന്ന ദൈവത്തിന്റെ വചനം. 1 ശമൂവേൽ 2-ാമത്തെ അധ്യായത്തിൽ ഏലിയോടും കുടുംബത്തോടും ദൈവം പ്രവാചകനിലൂടെ പറയുന്ന കാര്യമാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 30-ാമത്തെ വാക്യമാണ്, അതിൻ്റെ അവസാന ഭാഗമാണ്. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരായിത്തീരും എന്ന് ഏലി മഹാപുരോഹിതനോട് ദൈവം പറയുന്ന വാക്കുകളാണ്. ആ വാക്കുകൾ ആ വാക്യം നമ്മൾ കടമെടുക്കാറുണ്ട്.
എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ഭൗതികമായ വിഷയങ്ങളിലാണ് നമ്മൾ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഞാനും അത് പറയുന്നയാളായിരുന്നു. ഇപ്പോൾ ഞാൻ അങ്ങനെ ആ വാക്യങ്ങളൊന്നും ഭൗതികമായ നേട്ടങ്ങളിലോട് ചേർത്ത് വെച്ച് പറയാറും ചിന്തിക്കാറുമില്ല. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഭൗതിക നന്മകളൊക്കെ ദൈവം നമുക്ക് നൽകുന്നത് നമ്മളോടുള്ള പ്രത്യേക മാന്യതയൊന്നുമാണെന്ന് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. കാരണം നമ്മളെക്കാൾ ഇതൊക്കെ കൂടുതൽ കിട്ടുന്ന മറ്റു മനുഷ്യരുണ്ട്. നമ്മളെക്കാൾ പണവും നമ്മളെക്കാൾ ധനം, മാനം, ജ്ഞാനം, ബലം ഒക്കെ ഉള്ളവരുണ്ട്. ഇപ്പോൾ തന്നെ 10th-ന്റെയും 12th-ന്റെയും ഒക്കെ റിസൾട്ട് കിട്ടി. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ റിസൾട്ട് കിട്ടിയ മറ്റു കുഞ്ഞുങ്ങളുണ്ട്. സ്തോത്രം. എന്നാൽ ദൈവം നമ്മെ ലജ്ജിപ്പിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മുടെ തല ഉയർത്തി നിൽക്കുമാറാക്കുന്നു, നടക്കുമാറാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. റിസൾട്ടിൽ, അഡ്മിഷൻസിൽ ഒക്കെ ദൈവം നമ്മെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും ഒക്കെ ആ നിലയിൽ സഹായിക്കുന്നതിനായി അവിടുത്തേക്ക് സ്തോത്രം. പക്ഷെ ഇതൊന്നും എന്തല്ല, നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ അംഗീകരിക്കുന്ന അംഗീകാരമല്ല. എനിക്കറിയാം പല സഭാംഗങ്ങളെ, ഭൗതികമായ പല നന്മകളും പ്രാപിച്ച ദൈവസഭ അംഗങ്ങളെ, ദൈവമക്കളെന്ന് ഞാൻ പറയുന്നില്ല, ദൈവസഭാ അംഗങ്ങൾ, അവർക്ക് ഈ ഭൗമ നന്മകൾ അധികവും ലഭിച്ചത് വ്യക്തിപരമായിട്ട് എനിക്കറിയാം. അവർ ദൈവത്തിൽ നിന്നും, സഭയിൽ നിന്നല്ല, ദൈവത്തിൽ നിന്നും വളരെ അകന്നു കഴിഞ്ഞിരുന്ന കാലങ്ങളിലാണ്. I know many persons personally who were blessed in the sense in this world or with worldly things when they were very much away from the Lord. ദൈവത്തിൽ നിന്നും വളരെ അകന്നു കഴിഞ്ഞിരുന്ന സമയങ്ങളിൽ ഭൗതികമായ വളരെ നന്മകൾ ലഭിച്ച ദൈവസഭാംഗങ്ങളെ, ശുശ്രൂഷകന്മാരെ പോലും എനിക്ക് നേരിട്ടറിയാം. അതിൽ ചിലരൊക്കെ കൺഫസ് ചെയ്തിട്ടുണ്ട്, ഏറ്റു പറഞ്ഞിട്ടുണ്ട്. ഈ ഭൗമ നന്മകളൊക്കെ ലഭിക്കുന്നത് ജീവിതത്തിൻ്റെ ഒരു അംഗീകാരമായി കാണാൻ ഇത് നിമിത്തം കഴിയുന്നില്ല എന്ന വസ്തുത സത്യമാണല്ലോ എന്ന്. സ്തോത്രം. ഏതെങ്കിലും ഭൗമ നന്മകൾ നമുക്ക് നിഷേധിക്കപ്പെടുന്നെങ്കിൽ അതിൻ്റെ അർത്ഥവും എന്തല്ല, ദൈവം നമ്മളെ കൈക്കൊള്ളുന്നില്ല എന്നുള്ളതുമല്ല. രണ്ടും ഓർത്തോണം. ഈ ലോകത്തിലെ വീടോ ജോലിയോ കല്യാണമോ അങ്ങനെയുള്ള ഏത് ഭൗതിക നന്മകളും, ഇപ്പോൾ പരീക്ഷയുടെയും റിസൾട്ടിൻ്റെയും ഒക്കെ കാലമായതുകൊണ്ടാണ് ഞാൻ പഠനത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞത്, റിസൾട്ടിനോടും അഡ്മിഷനോടുമുള്ള ബന്ധത്തിൽ പറഞ്ഞത്. ഇതെല്ലാം കൂട്ടിച്ചേർക്കുക. ഇതെല്ലാം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ജീവിതം സംശുദ്ധമായതുകൊണ്ടും ദൈവത്തിന് നമ്മിൽ പ്രസാദമായതുകൊണ്ടുമാണെന്ന് കരുതാതിരിക്കുക. ഇങ്ങനെയുള്ള എന്തെങ്കിലും നമുക്ക് നൽകപ്പെടാതിരിക്കുന്നെങ്കിൽ, നിഷേധിക്കപ്പെടുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ നമ്മോടുള്ള നിഷേധമാണെന്നും കരുതാതിരിക്കുക. മനസ്സിലായോ പറഞ്ഞ കാര്യം? സ്തോത്രം. If we are blessed with any
material, worldly, educational, financial, health-wise, goodness. They are goodness, but in common way, they are considered as blessings. If we are given with any of these goodness or blessings, please don't think that they are because of we are accepted and God is very much pleased in us. That means they are not proofs of our merits. Also, on the other side, if these things are denied, if these things are not given as we required, we requested, that also is not a denial of you and me personally. Still, God may be pleased in us. He will be getting along with us. His presence will assist us. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക. But the utmost way of honoring you and me is this, what we read from 11:12 of chapter 2 Hebrews. ഇങ്ങനെയുള്ളതൊന്നും അല്ല ദൈവം നമ്മെ മാനിക്കുന്നതിൻ്റെ അടയാളമായി നാം കാണേണ്ടത്. പകരം ദൈവം നമ്മെ മാനിക്കുന്നതിൻ്റെ അതിപ്രധാനമായ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ എബ്രായർ 2 നിന്നും വായിച്ചത്. ക്രിസ്തു നമ്മെ സഹോദരങ്ങൾ എന്ന് വിളിക്കുവാൻ ലജ്ജിക്കുന്നില്ല. വിൺമയനായവൻ മൺമയരായ നമ്മെ സഹോദരങ്ങൾ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. അക്ഷയനായവൻ ക്ഷയമയരായ നമ്മെ സഹോദരങ്ങൾ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. തേജോമയനായവൻ തേജസ്സില്ലാത്ത ബലഹീനരായ നമ്മെ തൻ്റെ സഹോദരങ്ങൾ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. പാപരഹിതനായവൻ പാപം നിറഞ്ഞ ജഡത്തിൽ വസിക്കുന്ന നമ്മെ സഹോദരങ്ങൾ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. ആത്മരൂപിയായ കർത്താവ് സ്ഥൂലരൂപികളായ നമ്മെ സഹോദരങ്ങൾ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. കൂടെ നിങ്ങൾ വരുന്നുണ്ടല്ലോ. സ്തോത്രം. Praise God. സ്വർഗീയനായ കർത്താവ് ഭൗതികരായ നമ്മെ, ഭൂമിയിൽ നിന്നുള്ള നമ്മെ സഹോദരങ്ങൾ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. വിശുദ്ധീകരിക്കുന്നവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവരായ നമ്മെ, സ്തോത്രം, സഹോദരങ്ങൾ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. വീണ്ടെടുപ്പുകാരൻ വീണ്ടെടുക്കപ്പെടേണ്ടവരായ നമ്മെ, വീണ്ടെടുക്കപ്പെടുന്നവരായ നമ്മെ സഹോദരങ്ങൾ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. അങ്ങനെ കൂട്ടിച്ചേർക്കാവുന്നതൊക്കെ കൂട്ടിച്ചേർത്തോ. സ്തോത്രം. This is the great honor we can get. Two major honors we have to note here. One, the Heavenly Father accepts as his sons and daughters. Second, the glorious, sinless Son of God, the heavenly being, the divine being, is not ashamed to call or consider you and me as his brethren. We are but earthly.
natural. We are under decay. We are in physical body, but he is spiritual. He is glorious, but we are weak. He is heavenly, we are earthly. He is eternal, we are bound to time, time bound. He is immortal, we are mortal. He is incorruptible, we are corruptible. Praise God. He is sinless, but our body, we live in a body that is full of sin. See, what an honor we have. How greatly our triune God has honored us. What an honor we can have on this earth beyond these honors. ഈ മാന്യതകളെക്കാൾ അതീതമായി വേറെ എന്തു മാന്യതയാ നമുക്കിവിടെ ഇനി ലഭിക്കാനുള്ളത്? സ്തോത്രം. അക്ഷയനായ, താൻ മാത്രം അമർത്യതയുള്ളവനായ, രാജാധിരാജാവും കർത്താധികർത്താവുമായ ദൈവം നമ്മെ തൻ്റെ മക്കളായിട്ട് സ്വീകരിച്ചിരിക്കുന്നു. നമുക്ക് ദൈവത്തെ അബ്ബാ, പിതാവേ എന്ന് വിളിക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്നു. വാട്ട് ആൻ ഓണർ. സ്തോത്രം. വാട്ട് ആൻ ഓണർ. എനിക്ക് ഓർമ്മയുണ്ട്, കുട്ടികളിലൊക്കെ ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല, ആ ചർച്ചിൽ നടന്ന ഒരു സംഭവമാണ്. സംഭവം എന്ന് പറയാൻ ഒരു ഒരു നമ്മളിപ്പോൾ പഠിക്കുന്നതോടനുബന്ധിച്ചൊരു വിഷയം. അവിടെ നിന്ന് ആ ചർച്ചിന്റെ ദീർഘകാലം സെക്രട്ടറി ആയിട്ടിരുന്ന, ഇപ്പോൾ കർത്താവിൽ വിശ്രമിക്കുന്ന കുഞ്ഞുമോൻ അങ്കിളൊക്കെ അവിടെ നിന്ന് റിട്ടയർമെന്റ് ആയി നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ആ ചർച്ചിലെ ഒരു ഹിന്ദിക്കാരൻ സഹോദരൻ, ഒരു ആദിവാസി സമൂഹത്തിലുള്ള ഒരാളാണ്, ഞാൻ പേര് അതുകൊണ്ട് പറയുന്നില്ല. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന, വീട്ടിൽ നിന്ന് വേറെ ആരുമില്ല. ഈ അങ്കിളിന്റെ അടുക്കൽ ചെന്നിട്ട് അദ്ദേഹം ഒരപേക്ഷ നടത്തി. അങ്കിൾ, ഞാൻ ഇനി അങ്ങയെ പപ്പ എന്ന് വിളിച്ചോട്ടെ? ഒരു നിമിഷത്തേക്ക് അങ്കിളിന് എന്ത് പറയണം എന്ന് അറിയാൻ വയ്യാത്തൊരു സ്ഥിതിയായി. ഞാൻ ഇനി പപ്പ എന്ന് വിളിച്ചോട്ടെ? ഒടുവിൽ ആയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി അദ്ദേഹത്തെ. ഒരു ലോകപ്രകാരം നമ്മളെക്കാൾ ഉയർന്ന സാമ്പത്തിക, സാമൂഹിക ഒക്കെ നിലപാടുകളുള്ള ഒരാളിനെ മറ്റൊരാൾ പപ്പ എന്നോ മമ്മി എന്നോ ഒക്കെ വിളിക്കാൻ അനുവദിക്കത്തില്ല. അങ്കിളെന്ന് വിളിച്ചാൽ മതി. പപ്പ എന്ന് വിളിക്കാൻ എനിക്ക് എൻ്റെ മക്കളുണ്ട്, മമ്മി എന്ന് വിളിക്കാൻ എനിക്ക് എൻ്റെ മക്കളുണ്ട്. ആ സംബോധന ചെയ്യുന്നതിന് പോലും ഒരു പ്രത്യേകത. സ്തോത്രം.
നമുക്ക് സ്വർഗസ്ഥനായ പിതാവ് സൗജന്യമായി നൽകിയ ഒരു മാന്യതയല്ലേ ഈ അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവത്തെ പ്രാഗൽഭ്യത്തോടെ പിതാവേ എന്ന് വിളിക്കാൻ, അബ്ബാ എന്ന് വിളിക്കാൻ. അതുകൊണ്ടെന്താ, ഏതു സമയത്തും ആ തിരുസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലാൻ, എപ്പോൾ വേണമെങ്കിലും. അതിനൊക്കെ ദൈവം നമുക്ക് തന്ന ഈ മാന്യത, ഇത് ഒരു മാന്യതയായി നമ്മൾ കാണാറുണ്ടോ? ഭൗതികമായ നന്മകൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് തരുന്ന സമയത്ത് ദൈവം എന്നെ മാനിച്ചല്ലോ കർത്താവേ എന്ന് പറഞ്ഞു, അത് പറയണ്ടെന്നല്ല പറഞ്ഞേ, അത് അംഗീകരിച്ചു, അത് തെറ്റാണെന്നല്ല പറഞ്ഞേ. പക്ഷേ അതിനേക്കാൾ ഉപരിയായി ഹൗ ഗാഡ് ഓണേർഡ് us, ദൈവം നമ്മെ എങ്ങനെ മാനിച്ചു. സ്തോത്രം. ചിലരൊക്കെ കല്യാണം നടത്തുന്ന സമയത്ത് ഉഭയസമ്മത വാചകങ്ങൾ, മാരിയേജ് വോ ചൊല്ലിക്കൊടുക്കുമ്പം ചെറുക്കന് മണവാളന് ചൊല്ലിക്കൊടുക്കുന്ന ഒരു കാര്യമുണ്ട്. പെണ്ണിന് മണവാട്ടിയെ കൈക്ക് പിടിച്ച് മുഖത്ത് നോക്കി പറയുന്ന വാചകങ്ങളൊക്കെ നമുക്ക് ഓർമ്മ കാണുമല്ലോ. അതൊക്കെ പറഞ്ഞിട്ട് ചിലർ പറയും, I will honor you with my name. എൻ്റെ പേരുകൊണ്ട് ഞാൻ നിന്നെ മാനിക്കും. എന്ന് വെച്ചാൽ നിന്റെ പേരിനോട് ഇനി എൻ്റെ പേര് വെച്ച് വിളിക്കാൻ ഞാൻ അനുവാദം തരും. നമുക്കറിയാം, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത്, നാട്ടിലൊക്കെ ഒത്തിരി കൂടുതലാണ്, നോർത്ത് ഇന്ത്യയേക്കാൾ ഈ ഒരു അസുഖം നാട്ടിലാണ് കൂടുതലായി ഞാൻ കണ്ടിട്ടുള്ളത്. ഈ പെൺകുട്ടികളെ അല്ലെങ്കിൽ സ്ത്രീകളെ ശല്യം ചെയ്യുന്നൊരു രീതി. മലയാളികൾ എന്നെ കല്ലെറിയുമായിരിക്കും ഒരുപക്ഷെ, ഞാൻ പറയുന്ന സത്യ. കേരളത്തിൽ അത് വളരെ കൂടുതലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇവിടെയൊക്കെ ചില സ്ഥലങ്ങളിലുണ്ടെന്നേ ഉള്ളൂ, പക്ഷേ നാട്ടിലെ പോലെ വ്യാപകമല്ല. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ ആ വിഷയത്തിന് ഞാൻ ഇവരെ സല്യൂട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിലെ സ്ത്രീകൾക്ക് ഏറ്റവും സുരക്ഷിത നഗരങ്ങളിൽ ഒന്നായിട്ട് മുംബൈ അറിയപ്പെടുന്നത്. ഇപ്പോൾ സ്വല്പ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ കൂടെ. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചില ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പേര് ഒരുമിച്ച് ചേർത്ത് എഴുതി വെക്കുന്ന ഒരു പതിവൊക്കെ ഉണ്ടായിരുന്നു. മതിലേല്, ബോർഡേല്, ടേബിളേലൊക്കെ എഴുതി വെക്കുമായിരുന്നു. വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി അടിയും പിടിയൊക്കെ നടന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എൻ്റെ പേര് ഒരു പെൺകുട്ടിയുടെ പേരിനോട് ചേർത്ത് വെക്കുന്നെങ്കിൽ മാന്യന്മാരായവർ ഒരിക്കലും സമ്മതിക്കത്തില്ലത്. അതും ശ്രേഷ്ഠന്മാരായിട്ട് ഉള്ളവരാണെങ്കിൽ തീരെയില്ല. ഇവിടെ തൻ്റെ പേര്, തൻ്റെ നാമം, പദവിയൊക്കെ ഉപയോഗിക്കുവാൻ നമുക്ക് അനുവാദം തന്നിരിക്കുന്നത് ഒരു സാധാരണക്കാരനല്ല. സ്തോത്രം. മുമ്പേ നമ്മൾ തുടക്കത്തിൽ വായിച്ചതുപോലെ ഏക സത്യ ദൈവമായവൻ, സനാതനൻ, ഇറ്റേണലായ ദൈവം, സ്തോത്രം, സകലത്തിനും അതീതനായ ദൈവം, God who is above all and everything. Language has limitation to describe the indescribable. വിവരിക്കുവാൻ കഴിയാത്തവനെ വിവരിച്ചു പറയാൻ ഭാഷയ്ക്ക് പരിമിതിയുണ്ട്. ആ ദൈവമാണ് നമ്മെ തൻ്റെ പിതൃത്വം കൊണ്ട് മാനിച്ചിരിക്കുന്നത്. ഇതുവരെ
അതിനെ ഒരു മാന്യതയായി കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് സ്തോത്രം കർത്താവേ, അങ്ങയുടെ നാമം കൊണ്ട്, അങ്ങയുടെ പിതൃത്വം കൊണ്ട് എന്നെ മാനിച്ചല്ലോ, നന്ദിയോടെ സ്തോത്രം എന്ന് പറയാം. അതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ആവർത്തിക്കുന്നില്ല. വിപരീത ദിശയിലുള്ള നമ്മെക്കുറിച്ച് ലജ്ജിക്കാതെ സഹോദരങ്ങൾ എന്ന നിലയിൽ നമ്മെ മാനിക്കുന്നു. സ്തോത്രം. അപ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ജയക്കുട്ടിച്ചാൻ മുമ്പേ പറഞ്ഞതുപോലെ, on the contrary, Christ will be ashamed of some people. ചിലരെ കുറിച്ച് നമ്മുടെ കർത്താവ് ലജ്ജിക്കുകയും ചെയ്യും. ഇന്ന് നമ്മെ തൻ്റെ സഹോദരന്മാർ, സഹോദരിമാർ എന്ന് വിളിക്കാൻ കർത്താവ് ലജ്ജിക്കുന്നില്ല എങ്കിൽ നിത്യതയിൽ പിതാവായ ദൈവത്തിൻ്റെ മുമ്പിലും അനവരതം ദൂതന്മാരുടെ സാന്നിധ്യത്തിലും എണ്ണമറ്റ വിശുദ്ധന്മാരുടെ മുമ്പിലും കർത്താവ് നമ്മെക്കുറിച്ച് ലജ്ജിപ്പാൻ ഇടയാകരുത്. ചിലരെ കുറിച്ചൊക്കെ കർത്താവ് ലജ്ജിക്കും. ആരെക്കുറിച്ചാണ് നമുക്കറിയാമല്ലോ. സ്തോത്രം. ആരെക്കുറിച്ചാണ് കർത്താവ് ലജ്ജിക്കുന്നേ? ക്രിസ്തുവിനെ കുറിച്ച് മനുഷ്യരുടെ മുമ്പിൽ ഏറ്റുപറയുവാൻ ലജ്ജിക്കുന്നവരെ കുറിച്ച് കർത്താവ് പിതാവിന്റെ മുമ്പിൽ ലജ്ജിക്കും. Christ is not ashamed now to confess you and me as his brethren. But if we will be ashamed of Christ in this world, even at the cost of our lives, he will also be ashamed of you and me when Christ comes in his glory before the judgment seat, before the Father, before the innumerable angels and saints. സ്തോത്രം. ഇന്ന് കർത്താവിനെ കുറിച്ച് നമ്മൾ ലജ്ജിച്ചാൽ അന്ന് കർത്താവിൻ്റെ മടങ്ങി വരവിങ്കൽ, ന്യായവിധിയിങ്കൽ, സ്തോത്രം, കർത്താവ് നമ്മെക്കുറിച്ചും ലജ്ജിക്കും. സ്തോത്രം. നമ്മെക്കുറിച്ചും ലജ്ജിക്കും. യെസ്, ലൂക്ക് 9:26 ഫോളോയി. ലൂക്കോസ് 9:26 മുതൽക്കുള്ള വാക്യങ്ങളുണ്ട്. മർക്കോസ് 8:38 ഏതെങ്കിലും ഒരു ഭാഗമൊന്ന് വായിച്ചേക്കൂ. മാർക്ക് 8:38 ഫോളോയി. ഓൾസോ മാത്യു 10:32 ഫോളോയി. മത്തായി 10:32 മുതൽക്കുള്ള ഭാഗങ്ങളും ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് വായിച്ചേക്കൂ. ഡോക്ടർ സാജു എടുത്തിട്ടുണ്ടെങ്കിൽ വായിച്ചോ. എടുത്തില്ല? ഓക്കെ, ഇന്നിപ്പം ആരെങ്കിലും വായിച്ചോ. ആരെങ്കിലും എന്നെയും എന്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെ കുറിച്ച് മനുഷ്യപുത്രൻ തന്റെയും പിതാവിന്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. സ്തോത്രം. വെളിപ്പാട് 3-ാമത്തെ അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിലും സർദീസിലെ സഭയുള്ള ബന്ധത്തിൽ കർത്താവ് ഇതേ കാര്യം പറയുന്നുണ്ട്. ഉടുപ്പ് മലിനമാകാത്ത ചിലരെ കുറിച്ച് കർത്താവ് പറയുന്നത് എന്താ? അവന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എന്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേർ ഏറ്റുപറയും. കർത്താവിന് ലജ്ജയില്ല അവിടെ.
ഉടുപ്പ് മലിനമാകാത്തവരെ പിതാവിന്റെ സന്നിധിയിലും ദൂതന്മാരുടെ മുമ്പിലും വെച്ച് ഇവൻ എൻ്റെ വകയാണ്, ഇവൾ എൻ്റെ സഹോദരനാണ്, സഹോദരിയാണെന്ന് പറയാൻ ലജ്ജിക്കുകയില്ല. എന്നാൽ ഉടുപ്പ് മലിനമാക്കിയവരെ കുറിച്ച് കർത്താവ് ലജ്ജിക്കും. ഈ ഭൂമിയിൽ യേശുവിനെ സാക്ഷിക്കുവാൻ നാണിക്കുന്നവരെ കുറിച്ചും കർത്താവ് ലജ്ജിക്കും. സ്തോത്രം. അങ്ങനെ കർത്താവ് ഇഹത്തിലും പരത്തിലും നമ്മെക്കുറിച്ച് ലജ്ജിക്കാതിരിക്കേണ്ടതിന് ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. എന്തൊക്കെ? ഒന്ന്, നമ്മുടെ കർത്താവിനെ കുറിച്ച് ഈ ലോകത്തിൽ നാണിക്കാതെ ഇരിക്കാം. എവിടെയും നാം ഒരു ക്രിസ്തു ശിഷ്യനാണെന്ന് വെളിപ്പെടുത്തുവാൻ ലജ്ജയോ ഭയമോ ഇല്ലാത്തവരായി നമുക്കിരിക്കാം. സ്തോത്രം. 2, വെളിപ്പാട് 3-ന്റെ അടിസ്ഥാനത്തിൽ ഉടുപ്പ് മലിനമാകാതെ നമുക്ക് സൂക്ഷിക്കാം. Christ will be ashamed of these two particular groups. One, those who will be ashamed of Christ in this world, and then those who will defile their garments. നാം ഈ രണ്ട് കൂട്ടരുമാകാതിരിക്കാം. ഈ ലോകത്തിൽ, പ്രത്യേകിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ, യേശു ക്രിസ്തുവിനെ ഏറ്റുപറയുക എന്നുള്ളത് അപകടകരമായ ഒരവസ്ഥയാണ്. ജീവന് പോലും അപായം, ജോലി പോയേക്കാം, അഡ്മിഷൻ നഷ്ടപ്പെട്ടേക്കാം, താമസിക്കാൻ വീട് കിട്ടാതെ വന്നേക്കാം. നമ്മുടെ ജെയിംസ് മാത്യു പാസ്റ്ററിനുണ്ടായ അനുഭവം നിങ്ങൾക്ക് ഓർമ്മ കാണുമല്ലോ. ഒരിടത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് നേരത്തെ പറഞ്ഞു വെച്ച വീടാ, ടെമ്പോയിൽ സാധനമൊക്കെ കയറ്റി രാത്രിയിലാണ് വന്നത്. അവർ പറഞ്ഞു, ഇവിടെ താമസിക്കാൻ പറ്റത്തില്ല. ആ രാത്രി മുഴുവനും ടെമ്പോക്കാരനുമായിട്ട് അവിടെ നിൽക്കേണ്ടി വന്നു. നമുക്ക് ഓർമ്മയുണ്ട് ആ കാര്യമൊക്കെ. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ച കാര്യമാണ്. താമസിക്കാൻ സ്ഥലം കിട്ടാതെ വന്നേക്കാം, ഞാൻ യേശുവിനെ അറിയുന്ന ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞാൽ. പക്ഷേ അങ്ങനെയുള്ള അവസ്ഥകളിലും ക്രിസ്തുവിനെ പറ്റി ലജ്ജിക്കാതെയും ഭയപ്പെടാതെയും നമുക്ക് ഏറ്റുപറയാം. നമ്മളെ ഏറ്റുപറയുന്ന ക്രിസ്തുവിനെ നമുക്കും ഏറ്റുപറയാം, യേശു എൻ്റെ കർത്താവ്. സ്തോത്രം. യേശു എൻ്റെ കർത്താവ്. പ്രൈസ് ദ ലോർഡ്. യേശു മാത്രം എൻ്റെ കർത്താവ്. അതുപോലെ നമ്മുടെ ജീവിതമാകുന്ന വസ്ത്രത്തെ മലിനമാകാതെ, മണ്ണ് പുരളാതെ സൂക്ഷിക്കാം. എങ്കിൽ ഇന്ന് നമ്മളെ സഹോദരങ്ങളെന്ന് ഏറ്റുപറയുന്ന കർത്താവ് മഹത്വത്തിൽ വരുമ്പോൾ, ന്യായവിധിയുടെ നാളിൽ പിതാവിൻ്റെ മുമ്പിലും ദൂതന്മാരുടെ മുമ്പിലും വിശുദ്ധന്മാരുടെ മുമ്പിലും നമ്മെ ലജ്ജിക്കാതെ ഏറ്റുപറയും. അതിനായി നമുക്കിന്ന് രാത്രി നമ്മെ സമർപ്പിക്കാം. അപ്പോൾ 4 കാര്യങ്ങളും മനസ്സിലായല്ലോ. 1, കർത്താവ് നമ്മെപ്പറ്റി ലജ്ജിക്കുന്നില്ല, പകരം നാം അവനെ ഏറ്റുകൊണ്ടാൽ നമ്മൾ കർത്താവിൻ്റെ വക എന്ന് പറയുന്നതിൽ കർത്താവിന് അഭിമാനം തോന്നുന്നു, ഇന്നും അന്ന് ന്യായവിധി നാളിലും. 3, നമ്മൾ കർത്താവിനെ കുറിച്ച് ലജ്ജിക്കരുത്. സ്തോത്രം. പ്രൈസ് ഗോഡ്. കർത്താവ് നമ്മെക്കുറിച്ച് ഏറ്റുപറയും. പ്രൈസ് ഗോഡ്. ആ വചനത്തിന്റെ മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്താം. നമ്മുടെ കർത്താവിന്റെ വരവിനായി നമുക്ക് ഒരുങ്ങാം. അന്ന് കർത്താവ് നമ്മെ ഏറ്റുപറയുവാനിടയാകട്ടെ. നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.